ഗായ്സ് ഇന്ന് ഇവൻറ്റിലൊരു 1v9 എടുത്തത് അത് സോളോ സ്കോഡ് കളിച്ചിട്ട്. അപ്പോൾ ഗായ്സ് വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഞാൻ ഡിസർവിംഗ് ആണെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഗായ്സ് ലാസ്റ്റത്തെ ഭാഗം ആരും സ്കിപ്പ് ചെയ്യരുത്, ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഗായ്സ് ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ. ഗായ്സ് ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുത്തനെ കൈ കിട്ടിയവനെടുത്ത് അടിച്ചിട്ട്, പിന്നെ ലെഫ്റ്റ് സൈഡിലാണെന്ന് വെച്ചാൽ ആ വീടിൻ്റെ ഉള്ളിൽ ഒരുത്തണ്ടിന് അവൻ M24 അടിച്ച്. അത് കഴിഞ്ഞാൽ അവനടിച്ച് നേരെ പുറത്തേക്ക് ചാടിയപ്പോണ്ട് ഇപ്പുറത്തെ വീട്ടിലൊരുത്തൻ അവനടിക്കാൻ നിൽക്കുന്ന ടൈമിൽ തന്നെ ഒരുത്തന്നെ അവിടെ ഫ്രീ ഫയർ തരുന്നി. അപ്പോൾ അവിടെ കയറി വന്നപ്പോൾ അവനടിച്ച് വിട്ട് അവിടെ ഫിനിഷാക്കി. പിന്നെ അവിടെ സൈഡിൽ നിന്ന് ബോട്ട് അടിക്കണ്ടില്ല റൈറ്റ് സൈഡിൽ. അപ്പോൾ ആ ബോട്ടിനെ അടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോണ്ട് മേലെ നിന്ന് ഫുഡ് ആക്കണേ. അപ്പോൾ നേരെ ഗ്രാനേഡ് ബുക്ക് ചെയ്ത് അവനെ ഗ്രാനേഡിലെടുത്ത് അവനെ ഫിനിഷ് കിട്ടി. ഞാൻ അവിടെ അടിക്കണമെന്നൊന്നും കാണാതെ ഒരുത്ത ലെഫ്റ്റിൽ നിന്ന് കയറി വന്നിനി. ലെഫ്റ്റിൽ നിന്ന് കയറുന്നത് ഇന്ന അടിക്കാൻ വന്നതല്ല, അവർ ബോട്ട് അടിക്കണേ. ഞാൻ ബോട്ടിനെ അടിക്കാൻ വന്നിനി. നേരെ കിടന്നുണ്ടാവും ബോട്ടിനെ അടിക്കണേ. ബോട്ടിനെ നോക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ അവനെ നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് അവൻ നോക്കട്ടെ കില്ലും എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് അവൻ്റെ ടീംമേറ്റ് ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ടീംമേറ്റ് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ അവൻ്റെ ടീംമേറ്റിനെ അടിച്ചു വിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഇവിടെയാണ് ആ ടിസ്റ്റിൻ്റെ കാര്യം വരുന്നത്. ടിസ്റ്റ് പറഞ്ഞാൽ ഇവിടെ ഇവനെ ഒരുത്തിനെ അടിച്ചു വിട്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തപ്പോൾ തന്നെ വേറെ ഒരുത്തിനും കൂടി ഉണ്ടായി. അപ്പോൾ ഞാൻ നേരെ അതിൻ്റെ മേലെ കയറി ഒരു നേട് ബുക്ക് ചെയ്തപ്പോൾ നേരെ അവനെ കിട്ടിയ ആ നേടിൽ. പക്ഷേ ടിസ്റ്റ് അതല്ല, അവരുടെ നേട് നേരെ എൻ്റെ അടുത്തേക്ക് വന്ന് ആ നേടിൽ ഞാൻ ചത്തി. ഒരു ഭാഗ്യക്കേടൊക്കെയൊക്കെ.